പെൺകുട്ടികളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് ടെലഗ്രാമിൽ വിൽപ്പന നടത്തിയെന്ന പരാതിയിൽ യുവാവിനെതിരെ കേസ്. ഈ ഒരു വാർത്തകൾ ശ്രദ്ധിച്ചോ, ഇത് ഗൗരവപ്പെട്ടൊരു കാര്യമാണ്. പ്രിയപ്പെട്ട പെൺകുട്ടികളെ, രക്ഷിതാക്കളെ, ഈ വാർത്തകളൊന്ന് കേൾക്ക്. മലപ്പുറം വള്ളിക്കുന്ന് സ്വദേശി നിതിൻ മോഹൻദാസിനെതിരെയാണ് യുവതിയുടെ പരാതിയിൽ ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാം പ്രൊഫൈലുകളിൽ നിന്ന് ചിത്രമെടുത്ത് ടെലഗ്രാം ഗ്രൂപ്പുകൾ വഴി ഇയാൾ പ്രചരിപ്പിക്കുന്നുവെന്നും വിൽക്കുന്നുവെന്നാണ് പരാതി. പ്രതിയുടെ ബന്ധുക്കളായ പെൺകുട്ടികളുടെ ചിത്രങ്ങളും നിതിൻ പ്രചരിപ്പിച്ചെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഇയാൾ ചെയ്ത കാര്യം എന്താ പറയുക, ഇയാളുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളുടെയും, അതായത് അമ്മയുടെയും പെങ്ങളുടെ അടക്കം അവരൊക്കെ ആ പ്രായത്തിലുള്ള ആളുകൾ, ഇയാളുടെ കസിൻസ്, ആയിരക്കണക്കിന് പെൺകുട്ടികളുടെ ഫോട്ടോസ് എടുത്തിട്ട് അത് മോർഫ് ചെയ്തിട്ട് നഗ്ന ഫോട്ടോസുകളോ അല്ലെങ്കിൽ അഡൽട്ട് ഫോട്ടോസുകളോ ആക്കി മാറ്റിയിട്ട് ടെലഗ്രാം വഴി വിൽക്കുക. ഇവൻക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആളെ പിടികിട്ടിയിട്ടില്ല. ഒന്ന് ചിന്തിച്ച് നോക്കും, പല പെൺകുട്ടികളും ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടുന്ന ഫോട്ടോസ് ഇതൊക്കെ എടുത്തിട്ട് പിന്നെ അതിനൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കും. ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവനത് എന്താക്കി മാറ്റാണ്, ഒരു അഡൽട്ട് ഫോട്ടോസുകളാക്കി മാറ്റിയിട്ട് ടെലഗ്രാം വഴി വിൽക്കുക. അത് കാണാൻ ആളുകളുണ്ട്. അപ്പോൾ സാധാരണ പെൺകുട്ടികൾ അവരുടെ ഫോട്ടോസ് പ്രൊഫൈലാക്കിയിട്ടും മറ്റും ഇടുന്ന ഫോട്ടോസുകളാണ് ഇവൻ എടുക്കുന്നത്. ഇവന് എന്താ ചെയ്യേണ്ടത്? അടിച്ച് പഞ്ചറാക്കി വിടണ്ടേ? എന്ത് വിശ്വാസത്തിലാണ് ഈ പെൺകുട്ടികൾ? ആൺകുട്ടികൾ ഇൻസ്റ്റ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് പെൺകുട്ടികൾ ഉപയോഗിക്കുന്നത്. അവരവരെ ഫോട്ടോ ഇടുന്നുണ്ട്, അവരുടെ കുടുംബ ചിത്രങ്ങൾ ഇടുന്നുണ്ട്. പക്ഷേ ഇത് ഈ രീതിയിലേക്കാണ് ഇവ മാറ്റുന്നത്. ഇവൻ അടിച്ച് ഒരു പരുവാക്കിയിട്ട് ഇനി പുറത്തിറങ്ങാൻ സമ്മതിക്കരുത്. ഒരു മാതൃകയുള്ള ശിക്ഷ അവനക്ക് കൊടുക്കണം. ഇതൊരു പെൺകുട്ടി അവരുടെ ഒരു അഡൽട്ട് ഫോട്ടോസ് ഒരു ഗ്രൂപ്പിൽ, ടെലഗ്രാം ഗ്രൂപ്പിൽ നിന്ന് അവരുടെ ഫ്രണ്ട്സാണ് കണ്ടുപിടിച്ചത്. അന്വേഷിച്ച് നോക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് ഇതിനെക്കുറിച്ച് അറിവില്ല. അങ്ങനെ ആ സ്ത്രീയുടെ ഫ്രണ്ട്സ് അന്വേഷിച്ചിട്ടാണ് ഇവനെ കണ്ടുപിടിച്ചിട്ട് പോലീസിന് പരാതി കൊടുക്കുന്നത്. മാഹിയിലും പലയിടങ്ങളിലുള്ള സ്റ്റേഷനിൽ പരാതിയുണ്ട്. പല പരാതി വന്നിട്ടും പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ, കേസെടുക്കാൻ വൈകുന്ന ആരോപണങ്ങളുണ്ട്. ഫോട്ടോസൊക്കെ ഇടുമ്പോൾ നന്നായിട്ട് നോക്കുക, ശ്രദ്ധിക്കാം. മറ്റുള്ളവർക്ക് ഒരു മോർഫ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫോട്ടോസ് പരമാവധി ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ ഞാനത് പറയുമ്പോൾ ഇനിയിപ്പോൾ ഞാനേതോ ഒരു 6-ാം നൂറ്റാണ്ടുകാരനായിരിക്കും ചിത്രീകരിക്കും. നിങ്ങൾ ഫോട്ടോ ഇട്ടോളൂ. പക്ഷെ ഇതുപോലൊരു ഭവിഷ്യത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബേജാറായിട്ടൊന്നും ചെയ്യേണ്ട. നേരെ പരാതി കൊടുക്കുക, തെളിവടക്കം പരാതി കൊടുക്കുക. പല പെൺകുട്ടികളും ഇൻസ്റ്റയിൽ ഞാൻ വീഡിയോ കാണലുണ്ട്, ഞങ്ങളുടെ ഫോട്ടോ അഡൽട്ട് ഗ്രൂപ്പിൽ വന്നു, ഞങ്ങളുടെ ഫോട്ടോ അങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഞാൻ അറിയില്ല. ഇത് ഞാൻ 1-2 തവണ അല്ല, പല തവണ ഞാൻ ഇൻസ്റ്റയിൽ പെൺകുട്ടികൾ, ഒരു ആൺകുട്ടിയും അത്രത്തിൽ വീഡിയോ ഇടേണ്ട ഒരു ഗതികേട് ഉണ്ടാവില്ല. അത് എന്നെപ്പോലെയുള്ള പുരുഷന്മാർക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജാണ്. നമ്മുടെ ഫോട്ടോസ് പിടിച്ച് ആരും എന്ത് ചെയ്യില്ല, മോർഫ് ചെയ്യില്ല, അഡൽട്ട് വീഡിയോ ആക്കില്ല. പക്ഷേ പെൺകുട്ടികളുടെ ഫോട്ടോസുകൾ ഈ രീതിയിലാക്കും. പല പെൺകുട്ടികൾക്കും ഈ കഥ അറിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധയോട് കൂടി കേൾക്കുക. ഇതുപോലത്തെ കഴുകന്മാർ സോഷ്യൽ മീഡിയയിലുണ്ട്. നിങ്ങൾ ഇൻസ്റ്റയിലും മറ്റൊക്കെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിലും നല്ല ഫോട്ടോസ്, നല്ല മാന്യമായുള്ള ഫോട്ടോസാണ് ഇട്ടിട്ടുണ്ടാവുക. പക്ഷേ അത് ഈ രീതിയിൽ AI ഉപയോഗിച്ച് മാറ്റാനും അത് വിറ്റിട്ട് കാശുണ്ടാക്കാനും, ഞരമ്പ് രോഗം, ചെറിയ കുട്ടികളെ പോലും എൻ്റെ മോന് വെറുതെ വിട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവനൊക്കെ എന്താ വേണ്ടത്? ഇവന് ജയിലിൽ നിന്ന് പുറത്ത് കൂടരുത്. ഇവൻ അവിടെ തന്നെ കിടക്കട്ടെ. പരപ്പനങ്ങാടി വള്ളിക്കുന്ന ഭാഗത്താണ് ഇവൻ്റെ വീട്. ഇനി ഇവന് ജന്മത്തിൽ പുറത്തിറങ്ങാത്ത അവസ്ഥ ഉണ്ടാക്കണം. അതുകൊണ്ട് ഇൻസ്റ്റൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ഒന്ന് സൂക്ഷിക്കണം, നല്ലതായിരിക്കും.